വഖഫ് ബോർഡ് ഉന്നയിച്ച അവകാശ തർക്കത്തെ തുടർന്ന് കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നയിക്കപ്പെട്ട കൊച്ചി മുനമ്പം മേഖലയിലെ അതിജീവന സമരം ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥതയില്ലാത്ത അധരചർവണങ്ങൾക്കപ്പുറത്ത് വഖഫ് നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മുനമ്പം നിവാസികളെ രക്ഷിക്കാൻ പോന്ന ഒരു മാർഗവുമില്ലാത്ത വിധത്തിൽ 1995 കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാർ വഖഫ് ബോർഡിന് അധികാരം ചാർത്തി നൽകിയതിനാൽ മറ്റൊരു മാർഗവും മുന്നിൽ ഇല്ലാത്തതിനാൽ മുനമ്പത്തെ ജനങ്ങൾ തങ്ങളുടെ അതിജീവനത്തിന്റെ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് പരിഗണിക്കുന്നത് വരെ തങ്ങളുടെ വോട്ട് ബാങ്കിന് പരിക്കേൽക്കാതെ പ്രശ്നപരിഹാരത്തെ നീട്ടിക്കൊണ്ടുപോകാൻ ഖജനാവിലെ പണം ചെലവാക്കാൻ മുന്നോട്ട് വെച്ച രാമചന്ദ്രൻ കമ്മീഷന് വെച്ച് നീട്ടിയ വിജ്ഞാപനത്തിൽ മുനമ്പം നിവാസികളുടെ അവകാശത്തെ പരിരക്ഷിക്കുമെന്ന പതിവ് വായ്ത്താരി സർക്കാർ ആവർത്തിച്ചിട്ടുണ്ട് എന്നതിന് അപ്പുറത്ത് മുനമ്പത്തെ സ്ഥല ഉടമകൾക്ക് ആശാവഹമായിട്ട് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുനമ്പം അധിനിവേശത്തിൻ്റെ എല്ലാ കപടതകളെയും പൊളിച്ചെടുക്കുന്ന വഴിത്തിരിവുമായി റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ സ്റ്റാലിൻ ദേവൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വസ്തുവിൻ്റെ കരപ്പാട്ടക്കാരനായ ഉടമസ്ഥൻ പോലും അറിയാതെ ഭൂമി കൊള്ളയടിക്കുന്ന ഈ ദുഷ്പ്രവണത ഇന്ത്യയൊട്ടുക്കും വഖഫ് ബോർഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുനമ്പം സമരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വഖഫ് ഒരു വസ്തുവിന്മേൽ ഉന്നയിക്കുന്ന അവകാശ തർക്കങ്ങളിൽ ഇരു കക്ഷികൾക്കും സിവിൽ കോടതിയെ സമീപിച്ച് നീതി നേടാമെന്ന നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് 1995 കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാർ വഖഫ് ബോർഡിനെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയായി പ്രഖ്യാപിക്കുന്നത്. കണ്ണിൽ കാണുന്ന ഏത് വസ്തുവിനെയും വഖഫ് പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കുന്ന ദുഷിച്ച നിലവാരത്തിലേക്ക് വഖഫ് ബോർഡ് എത്തിയത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരം കൊള്ളകളുടെ ബീഭത്സമായ അവസ്ഥയാണ് തമിഴ്നാട്ടിലെ 6 ഗ്രാമങ്ങളെ ഹൈജാക്ക് ചെയ്തു ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ശേഷം ഇപ്പോൾ മുനമ്പത്ത് എത്തി നിൽക്കുന്ന വഖഫ് ബോർഡ് 1902 ഭരണകർത്താവായിരുന്ന ആയില്യം തിരുനാൾ രാജാവ് സത്താർ സേട്ട് എന്നയാൾക്ക് കൃഷി ചെയ്യാൻ മുനമ്പത്തെ പ്രോപ്പർട്ടി പാട്ടത്തിന് കൊടുക്കുകയും 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം സത്താർ സേട്ടുവിൽ നിന്ന് കൈമറിഞ്ഞ വസ്തു ചാർച്ചക്കാരനായ സിദ്ദിഖ് സേട്ടുവിന് കൊടുക്കുകയും സിദ്ദിഖ് സേട്ടു ആകട്ടെ 1950 ആ വസ്തു 875 എന്ന നമ്പറുള്ള ആധാരരേഖയോടെ കോഴിക്കോട് ഫറൂഖ് കോളേജിന് പാട്ടത്തിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇന്ന് വരെ കേട്ടിട്ടുള്ളത്. അത് വഖഫ് ഡീലാണ് എന്നാണ് പലരും പ്രചരിപ്പിക്കുന്ന വാർത്ത. എന്നെങ്കിലും കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചുപോയാൽ പ്രോപ്പർട്ടി സിദ്ദീഖിൻ്റെ പിൻതലമുറയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കെട്ടുകഥയാണെന്ന് വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീ സ്റ്റാലിൻ ദേവൻ തൻ്റെ വാദം ഉറപ്പിച്ചിരിക്കുന്നത്. മുനമ്പത്തെ വസ്തു വാസ്തവത്തിൽ ആരുടേതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ വെളിച്ചത്തിൽ നോക്കിയാൽ അത് 3 പതിറ്റാണ്ടിലധികമായി അവിടെ താമസിക്കുന്ന ജനങ്ങളുടേത് തന്നെയാണ്. എന്നാൽ ഇസ്ലാമിക മതപ്രത്യയ ശാസ്ത്രമായ ശരീഅത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് ചിലർക്ക് അത് വഖഫ് ബോർഡിൻ്റേത് ആകുന്നത്. അല്ലാഹുവിന് വസ്തു സമർപ്പിക്കുന്ന ഈ വഖഫ് കർമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളിന് 18 വയസ്സ് പൂർത്തിയായിരിക്കണമെന്നും ബുദ്ധിസ്ഥിരത ഉള്ള ആളായിരിക്കണമെന്നും വഖഫ് ചെയ്യുന്ന വസ്തു അയാളുടെ സ്വന്തമായിരിക്കണമെന്നും ഈ സമർപ്പണം എന്നേക്കുമായിരിക്കണമെന്നും അതിൽ ഒരു ഉപാധികളും ചേർക്കാൻ പാടില്ലെന്നും ആൾക്ക് കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിയിട്ട് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നുമാണ് വ്യവസ്ഥകൾ. എന്നാൽ സിദ്ദിഖ് സേട്ടുവിൻ്റെ ഉടമസ്ഥാവകാശം വ്യക്തമല്ല എന്ന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും കൈമാറ്റം ചെയ്യാമെന്ന വ്യവസ്ഥയിലാണ് ആ ആധാരം. അങ്ങനെയുള്ളത് വഖഫ് ഡോക്യുമെൻ്റ് അല്ല എന്ന് നിയമജ്ഞർ പറയുന്നു. ഗിഫ്റ്റ് ഡീഡാണെന്ന് കോടതി അംഗീകരിച്ച 404.76 ഏക്കർ ഒരു വലിയ സമ്മാനം എന്ന നിലയിലാണ് ഫാറൂഖ് കോളേജിന് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു വസ്തു സമ്മാനമായി സിദ്ദിഖ് സേട്ട് കോളേജിന് കൊടുത്തെന്ന് കോടതി വിശ്വസിക്കുന്നില്ല എന്നും ഇത് ഇഷ്ടദാനമാണ് എന്നും അല്ലാതെ അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കോടതി പറഞ്ഞിട്ടേ ഇല്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റാലിൻ ദേവൻ സ്ഥാപിക്കുമ്പോൾ മുനമ്പം വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കോടതി പറഞ്ഞു എന്ന് വാദിക്കുന്നവർക്ക് അത് വലിയ തിരിച്ചടി തന്നെയായിട്ട് മാറുകയാണ്. 1948 സിദ്ദിഖ് സേട്ടു എഴുതിയ പ്രമാണമനുസരിച്ച് ജിംബു ബായി എന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിന് വിലയ്ക്ക് കൊടുത്തതാണ് എന്നാണ് മുനമ്പത്തെ വസ്തുവെന്ന് കാണുന്നുണ്ട്. സത്താർ സേട്ടുവിൻ്റെ കൊച്ചുമകനായ മൂസ സേട്ടു എന്നയാൾ ട്രാവൻകൂർ, കൊച്ചി, ബ്രിട്ടീഷ് സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ വസ്തു സ്വന്തമായിട്ടുള്ള ലാൻഡ് ലോർഡ് ആയിരുന്നു.
1945 അയാൾ മരണപ്പെട്ടപ്പോൾ മൈനറായ 6 വയസ്സുള്ള മകളായ ആമിനയുടെ റിസീവറായി വന്നയാളാണ് സിദ്ദീഖ് സേട്ടുവെന്നും മൂസയുടെ അച്ഛനായ അബ്ദുൽ കരീമിന്റെ അച്ഛനാണ് അബ്ദുൽ സത്താർ എന്ന സത്താർ സേട്ടു എന്നും അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതല്ലാതെ അദ്ദേഹത്തിന് മൂസയുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഏക്കർ കണക്കിന് വസ്തുക്കളുടെ അവകാശ തർക്കങ്ങളിൽ മൂസയുടെ അനന്തരവരായ ഭാത്തിഭായി, ജിംബുഭായി എന്നിവരുമായി ചേർന്ന് മൈനറായ ആമിനയ്ക്ക് നൽകാതെ സ്വത്തിൻ്റെ സിംഹഭാഗവും കബളിപ്പിച്ച് കൈക്കലാക്കുകയും മൈനറായ ആമിന മേജറാകുമ്പോൾ തൻ്റെ പിതൃസ്വത്തിൽ അവിഹിത വ്യവഹാരങ്ങൾക്കും അതിന് ചുക്കാൻ പിടിച്ചവർക്കുമെതിരെ സിവിൽ കോടതിയിൽ കേസിന് പോകാമെന്ന വകുപ്പ് നിലനിൽക്കെ നിയമത്തിൻ്റെ പിടിയിൽ പെടാതിരിക്കാൻ സിദ്ദിഖ് സേട്ടു എന്ന കൗശലക്കാരൻ കണ്ട ഏക വഴി തനിക്ക് ആവശ്യമുള്ളത് എല്ലാം എടുത്തിട്ട് ബാക്കി അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് എന്ന ഭാവേന ഫാറൂഖ് കോളേജിന് കൊടുക്കുകയായിരുന്നു. അതിനായിട്ടാണ് അയാൾ ഈ സ്ഥലം ജിംബുഭായിയിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതാണെന്ന രേഖ ഉണ്ടാക്കിയതെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ സ്ഥലമാണ് ഇന്ന് മുനമ്പത്തേത്. ആ ഭൂമി വഖഫാണെന്ന അവകാശവാദം പൂർണ്ണമായും തെറ്റാണ് എന്നും അത് അയാളുടെ സ്വന്തം ഭൂമി അല്ലായിരുന്നുവെന്ന് സ്റ്റാലിൻ ദേവൻ പറയുന്നു. ആമിനയ്ക്ക് പ്രായമാകുമ്പോൾ അള്ളാഹുവിനെ പ്രതിയാക്കി കേസ് കൊടുക്കാനും കഴിയില്ല എന്ന് മനസ്സിലാക്കി നടത്തിയതാണ് മറ്റെല്ലാ തിരിമറികളും. അതുകൊണ്ട് തന്നെ 1950 സിദ്ദിഖ് സേട്ടുവിന് ആ വസ്തു വഖഫ് ചെയ്യാനുള്ള ഒരു അവകാശമോ അധികാരമോ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇതാണ് സ്റ്റാലിൻ ദേവൻ സ്ഥാപിച്ചെടുക്കുന്നത്. ഈ വിഷയങ്ങളാണ് സർക്കാർ അടിയന്തരമായി പരിഗണിക്കേണ്ടതെന്നും ശ്രീ സ്റ്റാലിൻ ദേവൻ ഓർമ്മിപ്പിക്കുന്നു. ദീർഘനാളുകൾ കഷ്ടപ്പെട്ട് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ഈ രേഖകൾ 100% മുനമ്പത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദം ആകുന്നതാണ് എന്നും അത് കോടതിയിൽ ഹാജരാക്കി വാദമുന്നയിച്ചാൽ അതിനെ മറികടക്കാൻ ഒരു വഖഫ് ട്രിബ്യൂണലിനും ആകില്ല എന്നും ശ്രീ സ്റ്റാലിൻ ദേവൻ പറയുന്നു. മൈനറായ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവൾക്ക് അവകാശപ്പെട്ട വസ്തു എടുത്ത് റിസീവറായ ഒരാൾ വഖഫ് ചെയ്തു എന്നത് വഖഫ് ബോർഡിന് പോലും അപമാനമല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.